നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷമായി BJP അധികാരത്തിൽ കയറിയ നിമിഷം മുതൽ കോൺഗ്രസ് കൊണ്ടുവന്ന പല രീതിയിലുള്ള ക്ഷേമ പദ്ധതികളെയും പേര് മാറ്റിക്കൊണ്ട് അതിനൊക്കെ BJP പുതിയ രീതിയിലുള്ള അവരുടെ പൂർവികരായ RSSലെ അല്ലെങ്കിൽ BJPയുടെ നേതാക്കളുടെ പേരിലൊക്കെ പല രീതിയിലുള്ള ക്ഷേമ പദ്ധതികളെയും അവരുടേതായ യോജന എന്ന രീതിയിൽ പേര് മാറ്റുന്ന നയമാണ് തുടരുന്നതെന്ന് കോൺഗ്രസ് വെറുതെ പറഞ്ഞതല്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റൂൾ 115/1 അത് കൃത്യമായി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നു. അതായത് സ്പീക്കറുടെ മേശപ്പുറത്ത് കത്തിൻ്റെ രൂപേണ വെച്ചിരിക്കുന്നത് മറ്റാരുമല്ല, തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ MP ആയ മാണിക്യം ടാഗോർ തന്നെയാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ ലോക്സഭയിലെ അംഗമായിട്ടുള്ള അനുരാഗ് താക്കൂറും ലോക്സഭയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, പാർലമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. പ്രസിഡൻറ്റിൻ്റെ രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഷ്ട്രപതിയെ കൊണ്ട് പറയിപ്പിച്ച കാര്യങ്ങളിൽ അതിനകത്ത് കോൺഗ്രസ് അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന ചില ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട്, അതായത് ആനുകൂല്യങ്ങൾ നൽകും എന്ന വാഗ്ദാനം, ആ വാഗ്ദാനം ഇവിടെ വാഗ്ദാനം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ തെറ്റിദ്ധാരണ പരത്തിയ വിഷയമാണ്. ഇപ്പോൾ അതിനെതിരെ ശക്തമായി ഒരു ആക്ഷൻ നടപടിയെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ലോക്സഭാ സ്പീക്കറായ ഓം ബിർളയ്ക്ക് ഇപ്പോൾ ആ ഒരു സ്ഥിതി എത്തിയിരിക്കുകയാണ്. അതായത് പ്രധാനമന്ത്രിക്കെതിരെ ശക്തമായൊരു നടപടി സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് ഇപ്പോൾ ഓം ബിർളയ്ക്ക് തന്നെ കാര്യങ്ങൾ എടുക്കേണ്ട തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. ഓം ബിർളയ്ക്ക് തീരുമാനമെടുത്തില്ലെങ്കിൽ വലിയ തോതിൽ പ്രതിപക്ഷത്തിൻ്റെ ബഹളം മാത്രമല്ല, ലോക്സഭയുടെ ചട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങൾ സ്പീക്കർ എന്ന രീതിയിൽ അദ്ദേഹം നടത്തുന്നില്ല എന്നത് തീർച്ചപ്പെടുത്തേണ്ടി വരും. മാണിക്യം ടാഗോർ മാത്രമല്ല, ഇപ്പോൾ ഉള്ള പ്രതിപക്ഷത്തെ ഓരോ അംഗങ്ങൾക്കും സഭയിലെ റൂളുകളെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ബോധ്യമുണ്ട്. ഹൈബി ഈഡനും അതുപോലെ കേരളത്തിൽ നിന്നുള്ള നിരവധി MPമാരും സഭയ്ക്കകത്ത് സഭാചട്ടങ്ങളെക്കുറിച്ച് കൃത്യമായി സ്പീക്കറെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ലോക്സഭയിലെ MP ആയിട്ടുള്ള അനുരാഗ് താക്കൂറും സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി. അതുമാത്രമല്ല, കോൺഗ്രസും BJPയും നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോൾ കോൺഗ്രസിന് വോട്ട് ഷെയറും വോട്ട് വീതവും കുറഞ്ഞു എന്നുള്ള തെറ്റിദ്ധാരണപരമായിട്ടുള്ള വാർത്ത, അതിനെയും രാഷ്ട്രീയപരമായി കോൺഗ്രസ് നേരിടുന്നുണ്ട്. കൃത്യമായി പറയട്ടെ, തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും ഹരിയാനയിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന കോൺഗ്രസിൻ്റെ സീറ്റ് വർധനവും സീറ്റ് ഷെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, രാജസ്ഥാനിലുണ്ടായ വർധന, ഇതൊക്കെ കൃത്യമായി തന്നെ തെളിവ് സഹിതം പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ്. അതുമാത്രമല്ല, നിരവധിയായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ BJP വാഗ്ദാനം കൊടുത്തത് മാത്രമാണ്, അതല്ലാതെ ഇതൊന്നും നടപ്പിലാക്കിയിട്ടില്ല. പക്ഷേ രാഷ്ട്രപതിയെ കൊണ്ട് നന്ദി പ്രമേയ ചർച്ചയിൽ ഇതെല്ലാം നടപ്പിലാക്കി എന്ന രീതിയിൽ പറയുന്നത് ഏത് രീതിയിലാണ്, ഏത് ന്യായമാണ്? മാണിക്യം ടാഗോർ എന്തായാലും അവതരിപ്പിച്ചിരിക്കുന്നത് ശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. BJPക്കെതിരെ BJPയെ നേരിടുന്നത് വലിയ രീതിയിലുള്ള ഒരു പോരാട്ടത്തിലൂടെ മാത്രമേ നേരിടാൻ കഴിയൂന്ന് മനസ്സിലായി കൃത്യമായ ഹോംവർക്ക് നടത്തിയിട്ടാണ് കോൺഗ്രസിൻ്റെ MPമാർ ലോക്സഭയിൽ പ്രത്യക്ഷരാകുന്നത്. അത് BJPക്ക് വലിയ തിരിച്ചടി തന്നെയാണ്.